ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദൻ ഇപ്പോൾ ഇസബെല്ലയുടെ കയ്യിൽ വെറും ഒരു കളിപ്പാവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ബഹളമൊക്കെ നടക്കുകയാണ്. ഞാൻ മുറി അടച്ചിരിക്കുകയാണെന്നെല്ലാം നന്ദൻ പറയുമ്പോൾ ഫയൽ ദേവിക്ക് തിരികെ കൊടുത്തിട്ട് ഇസബെല്ലയുടെ അടുത്തേക്ക് ചെല്ലാൻ ഐസക്കിൻ്റെ നിർദ്ദേശപ്രകാരം ഇസബെല്ല നന്ദനോട് പറയുന്നുണ്ട്. തുടർന്ന് വലിയ ഷോക്ക് കാണിച്ചുകൊണ്ട് നന്ദൻ ആ ഫയൽ ദേവിക്ക് തന്നെ തിരികെ കൊടുത്തിട്ട്, ഇതല്ലേ നീ അന്വേഷിക്കുന്ന CMൻ്റെ ഫയൽ, അബദ്ധത്തിൽ ഞാൻ എടുത്തു മാറ്റിയതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദു പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും നിന്നെ ആരെങ്കിലും കെണിയിൽപ്പെടുത്തിയതാണോ, ആർക്ക് വേണ്ടിയാണ് നീ ഈ ചതി ചെയ്തത് എന്നെല്ലാം സിദ്ധു ചോദിക്കുന്നുണ്ടെങ്കിലും ഫയൽ കിട്ടിയല്ലോ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ വിജയഭാവത്തിൽ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ദേവിക നന്ദനെ വിളിച്ചിട്ട് ഫയൽ തിരികെ തന്നതിൽ സന്തോഷമുണ്ടെന്നും പക്ഷേ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് തന്നെ എനിക്ക് പറയാനുണ്ടെന്നും ഇടയ്ക്ക് കയറി ഒന്നും ചോദിക്കാതെ സംയമനത്തോടെ അതെല്ലാം നന്ദു കേൾക്കണമെന്നും ദേവി പറയുന്നുണ്ട്. ഈ ഫയൽ നന്ദു എനിക്ക് തിരികെ തന്നത് എൻ്റെ വിഷമം കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല നന്ദുവിൻ്റെ ജീവിതത്തിൽ ഭാര്യ എന്ന പദവി അലങ്കരിച്ചുകൊണ്ട് ഇനിയും കടിച്ചു തൂങ്ങി കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഹോം സ്റ്റേയിൽ വെച്ച് ഞാൻ എടുത്ത തീരുമാനമാണിത്. ഏതായാലും എൻ്റെ ആത്മാഭിമാനവും കഴിവും ധൈര്യവും ഒക്കെ തിരിച്ചറിയാൻ സഹായിച്ചതിന് നന്ദിയുണ്ടെന്നും നന്ദുവിൻ്റെ ജീവിതത്തിൽ ഇനി ഞാനോ എൻ്റെ ജീവിതത്തിൽ ഇനി നന്ദുവോ ഉണ്ടാവില്ല. നമ്മൾ പിരിയുന്നു എന്നേക്കുമായി. നന്ദുവിന് നന്ദുവിൻ്റെ വഴി, എനിക്ക് എൻ്റെയും. ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ എന്ന് തൻ്റെ ഉറച്ച തീരുമാനം നന്ദുവും സിദ്ധുവും പ്രഭയും ഒക്കെ കേൾക്കാനായിട്ട് ദേവിക അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് അവർ 3 പേരും സ്തബ്ധരായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ഞാൻ എന്ന് നന്ദു പറയാൻ തുടങ്ങുന്നതും ഇനിയും ആത്മാഭിമാനം പണയം വെച്ച് നന്ദുവിൻ്റെ കൂടെ ജീവിതം ജീവിച്ച് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദേവി വീണ്ടും തൻ്റെ തീരുമാനം തുറന്നു പറയുന്നു. മോളെ എന്തിനാ മോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? അവൻ എടുത്തു മാറ്റിയ ഫയൽ അവൻ തന്നെ തിരികെ തന്നില്ലേ? ഇനി മോൾ അതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അവന് മോളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നെല്ലാം പ്രഭ നന്ദിനു വേണ്ടി സംസാരിക്കുമ്പോൾ അമ്മ കൂടുതലൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല, എൻ്റെ തീരുമാനം ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക മുകളിലേക്ക് പോകുന്നു. ദേവികയുടെ ഈ ഉറച്ച തീരുമാനം കേട്ട് വല്ലാതെ തന്നെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ നന്ദന്. ശേഷം ദേവികയുടെ സിദ്ധു ഒന്ന് സംസാരിക്കണം, സിദ്ധു പറഞ്ഞാൽ അവൾ കേൾക്കും. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായതെന്നെല്ലാം പ്രഭ ചോദിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് വേറൊരു പെൺകുട്ടിയുമായി രാത്രി ഒരു മുറിയിൽ ഒന്നിച്ചു കഴിയുന്നു. അത് ഭാര്യ അറിഞ്ഞു, കൈയോടെ പിടിച്ചു. ഇതാ സംഭവം. ഇതിൽ ദേവികയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ദേവികയുടെ സ്ഥാനത്ത് ആത്മാഭിമാനമുള്ള ഏത് പെൺകുട്ടിയും ഇതേ ചെയ്യൂ. എനിക്ക് ദേവികയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അഭിമാനം തോന്നുകയാണ്. ദേവികയെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ കൊണ്ടെത്തിച്ചത് നമ്മുടെ മോനാണ്, അവൻ്റെ വഴിവിട്ട ബന്ധമാണ് എന്നും സിദ്ധു പ്രഭയോട് പറയുന്നുണ്ട്. ഞാൻ ദേവികയുടെ ഭാഗത്താണ്, അവളുടെ ഭാഗത്താണ് 100% ശരിയെന്നും സിദ്ധു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ദേവിക മുറിയിലേക്ക് പോയി നന്ദുവുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞ ആ ഒരു നിമിഷങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. തുടർന്ന് മുരളിയെ വിളിച്ചിട്ട് വേഗം തന്നെ ചന്ദ്രത്തേക്ക് വരണേ എന്ന് പറയുമ്പോൾ എന്താ ദേവിക, എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്നെല്ലാം മുരളി ചോദിക്കുമ്പോൾ അതൊന്നുമല്ല മുരളിയേട്ട, ഞാൻ ചന്ദ്രത്തെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മുരളിക്കും അത് വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു എന്നും എല്ലാം നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം, ഞാൻ നന്ദനോട് സംസാരിക്കാം എന്നെല്ലാം മുരളി പറയുമ്പോൾ ഇനിയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, എൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദേവിക. അങ്ങനെ ഡ്രസ്സെല്ലാം പെട്ടിയിലാക്കി ചന്ദ്രോത്ത് നിന്നും പടിയിറങ്ങി പോകാനുള്ള തീരുമാനവുമായിട്ട് ദേവിക വരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നന്ദനാണെങ്കിൽ ആകിങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. സിദ്ധുവും പ്രഭയും ആണെങ്കിലും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്ത് വന്ന് ദേവിക പറയുന്നുണ്ട്, ഇവിടുന്ന് പോയാലും എൻ്റെ മനസ്സിൽ നിങ്ങൾ രണ്ടാളും എന്നും ഉണ്ടാവും. അച്ഛൻ എനിക്ക് തന്ന എല്ലാ പിന്തുണയ്ക്കും സപ്പോർട്ടിനും നന്ദിയൊക്കെ ദേവിക പറയുന്നുണ്ട് കേട്ടോ സിദ്ധുവിനോട്. ഏതായാലും നന്ദനാണെങ്കിൽ ദേവിക തൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകുന്നത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തന്നെ നന്ദു തീരുമാനമെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ആദ്യം മുതലേ നന്ദു എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിരുന്നു. അത് തുറന്നു പറയിക്കാൻ എൻ്റെ മുൻപിൽ ഇത് മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ എന്നും ദേവിക പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നന്ദൻ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്